ഹലോ ഗൈസ്, ഓണമൊക്കെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്കൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പി ആയാലോ. അരക്കപ്പ് അളവിൽ സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുക്കാത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ അമുലിൻ്റെ മിഠായി മേറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം. 200 ml ഒരു ക്യാനാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൽ 100 ml മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അമുലിൻ്റെ ഗീയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഗീ ആയാലും ഓക്കെയാണ് കേട്ടോ. അതുപോലെ പാലെടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഞാനിതിൽ 1.5 കപ്പ്, അതായത് ഏകദേശം 350 ml പാലാണ് ഞാൻ പായസത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പിടി അളവിൽ മുന്തിരിയും കശുവണ്ടിയും ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആദ്യം കശുവണ്ടിയും മുന്തിരിയും നന്നായിട്ടൊന്ന് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ നെയ്യിൽ. അതേ നെയ്യിലേക്ക് തന്നെ നമുക്ക് വറുക്കാത്ത സേമിയ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നിങ്ങൾ വറുത്ത റോസ്റ്റഡ് സേമിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നന്നായിട്ടൊന്ന് വറുത്ത് വരുമ്പോൾ നമുക്ക് 3/4 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിൽ കിടന്ന് വേണം സേമിയ വേവാനായിട്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാവേ. ഇത് നന്നായിട്ട് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. സേമിയ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ആണ് ഞാനിവിടെ മിഠായി നീര് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 100 ml ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ആയാലും ആ ഒരു അളവിന് ചേർത്താൽ മതി. മധുരം കൂടുതൽ വേണ്ടവർ കുറവ് വേണ്ടവർ അതനുസരിച്ച് ചേർക്കണം കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് അല്ലെങ്കിൽ 350 ml ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണേ. ആ സമയത്ത് തന്നെ നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ പഞ്ചസാരയുടെ കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും കശുവണ്ടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് ഈ പായസം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണേ. താങ്ക്